everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 38th lecture on the subject Strategic Cost and Management Accounting. This lecture is based on Process Costing Applications, which is the second module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about the theory and problem of FIFO method under the third head of equivalent production, that is, when there is opening as well as closing work in progress but with no process losses. And in this lecture, we are going to discuss the theory and problem of LIFO method, last in first out method, under the third head of equivalent production, that is, when there is opening as well as closing work in progress but with no process losses. LIFO method. According to this method, units lastly entering in the process are first to be completed. LIFO method പ്രകാരം ഒരു പ്രോസസ്സിൽ ലാസ്റ്റ് എൻട്രി ചെയ്യുന്ന യൂണിറ്റ്സ് ഏതാണോ ആ യൂണിറ്റ്സ് ആയിരിക്കും ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. This assumption will definitely have a different impact on the cost of completed units and closing inventory of work in progress. ലാസ്റ്റ് പ്രോസസ്സിൽ എൻ്റർ ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അസംഷന് കംപ്ലീറ്റഡ് യൂണിറ്റ്സിൻ്റെ കോസ്റ്റിലും വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ക്ലോസിംഗ് ഇൻവെൻട്രിയിലും ഉറപ്പായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, ഒരു ഡിഫറെൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ട്. ഓക്കെ, ദ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് വിൽ ബി ഷോൺ അറ്റ് ദെയർ കറണ്ട് കോസ്റ്റ്. ആ ഒരു പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന യൂണിറ്റ്സ് അതിൻ്റെ കറണ്ട് കോസ്റ്റിലാണ് കാണിക്കുക. The closing inventory of work in progress will continue to appear at the cost of opening inventory of work in progress along with current cost of work in progress if any. അതായത് ക്ലോസിംഗ് ഇൻവെൻട്രി ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് അപ്പിയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓപ്പണിംഗ് ഇൻവെൻട്രി ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്സിനോടൊപ്പം കറണ്ട് കോസ്റ്റ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇഫ് എനി, കറണ്ട് കോസ്റ്റ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ടാണ് ക്ലോസിംഗ് ഇൻവെൻട്രി ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഈ തിയറിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രോബ്ലം നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ മന്ത് ഓഫ് ജാനുവരി 2019, കാൽക്കുലേറ്റ് ദ ഇക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആൻഡ് ദ വാല്യൂ ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് യൂസിങ് ലിഫോ മെത്തേഡ്. ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇൻഫർമേഷൻ ഈസ് റിലേറ്റിംഗ് ടു ദ മന്ത് ഓഫ് ജാനുവരി 2019. ഈ ഇൻഫർമേഷനിൽ നിന്നും ഇക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, വാല്യൂ ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, ആൻഡ് ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ്സും കാൽക്കുലേറ്റ് ചെയ്യുക ബൈ യൂസിങ് ലിഫോ മെത്തേഡ്. ലിഫോ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓൺ ഫസ്റ്റ് ജാനുവരിയിലുള്ള ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് 15,000 യൂണിറ്റ്സ്. 15,000 യൂണിറ്റ്സ് ആണ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അതിൻ്റെ 50% കംപ്ലീറ്റും ആണ്. ദെൻ അതിൻ്റെ കോസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്. മെറ്റീരിയൽസ് ₹18,000, ലേബർ ₹24,000, ഓവർ ഹെഡ്സ് ₹24,000. ദെൻ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ₹66,000 ആണ്. ഓക്കെ, ദെൻ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രോസസ് 30,000 യൂണിറ്റ്സ്. പ്രോസസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 30,000 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ കോസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്. മെറ്റീരിയൽസ് ₹90,000, ലേബർ ₹1,57,500, ഓവർ ഹെഡ്സ് ₹2,10,000. അവിടുത്തെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ₹4,57,500 ആണ്. ഓക്കെ, ഡ്യൂറിംഗ് ദ പീരീഡ് 22,500 യൂണിറ്റ്സ് വെയർ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് പ്രോസസ്. ആ ഒരു പീരീഡിൽ 22,500 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. Closing work in progress on 31st January, 22,500 units and 50% complete. Closing work in progress 31st Januaryയിൽ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് 22,500 യൂണിറ്റ്സ് ആണ് ആൻഡ് 50% കംപ്ലീറ്റ്. ഓക്കെ, 50% കംപ്ലീറ്റും ആണ്. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നോക്കാം. ആദ്യം ഇക്വലൻ്റ് യൂണിറ്റ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കാൽക്കുലേഷൻ ഓഫ് ഇക്വലൻ്റ് യൂണിറ്റ്സ്. Column headings: units in particulars, equivalent production,
സബ് ഹെഡായിട്ട് യൂണിറ്റ്സ് ഔട്ട്, പെർസെൻറ്റേജ് കംപ്ലീഷൻ, ഇക്വലൻറ്റ് യൂണിറ്റ്സ്. സോ നമുക്ക് നോക്കാം. ആദ്യം ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട് ക്വസ്റ്റ്യനിൽ. യൂണിറ്റ്സ് എന്ന് പറയുന്നത് 15,000 യൂണിറ്റ്സ് ആണ്. അതാണ് യൂണിറ്റ്സ് ഇന്നിൽ കാണിച്ചിരിക്കുന്ന 15,000 യൂണിറ്റ്സ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ദെൻ യൂണിറ്റ്സ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ടു ദ പ്രോസസ്. പ്രോസസ്സിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് ഉണ്ട്, അത് 30,000 യൂണിറ്റ്സ് ആണ് ക്വസ്റ്റ്യനിലുണ്ട്. യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ദ യൂണിറ്റ്സ് ഇൻട്രഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ പീരിയഡ്. ആ ഒരു പീരീഡിൽ ഇൻട്രഡ്യൂസ് ചെയ്തതിൽ എത്ര യൂണിറ്റ്സ് ആണ് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്? ക്വസ്റ്റ്യനിലുണ്ട് 22,500. 22,500ഉം കംപ്ലീറ്റ് ചെയ്ത് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ്. സോ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ 100% ആണ്. ദെൻ ഇക്വലൻറ്റ് യൂണിറ്റ്സ് 22,500. ദെൻ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്വസ്റ്റ്യനിലുണ്ട്. ടോട്ടൽ 22,500 യൂണിറ്റ്സ് ആണ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉള്ളത്. 50% കംപ്ലീറ്റും ആണ്. ദെൻ ഈ ഒരു പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ യൂണിറ്റ്സ് ഇൻട്രഡ്യൂസും ചെയ്തിരുന്നു. അപ്പോൾ ആ ഇൻട്രഡ്യൂസ് ചെയ്ത യൂണിറ്റ്സിൽ ക്ലോസിങ്ങിൽ എത്രയാണുള്ളത്, അതുപോലെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ക്ലോസിങ്ങിൽ എത്രയാണുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം. ആദ്യം പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്തത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് യൂണിറ്റ്സ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ടു ദ പ്രോസസ്സാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. പ്രോസസ്സിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് ആണ് അത് കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു യൂണിറ്റ്സും പ്രോസസ്സിലേക്ക് വന്നിട്ടില്ല ആ ഒരു പീരീഡിൽ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്നത് യൂണിറ്റ്സ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ദ പ്രോസസ് 30,000. അതായത് ആ ഒരു പ്രോസസ്സിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്ത് 30,000 യൂണിറ്റ്സ് ആണ് ലാസ്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രോസസ്സിൽ. സോ ലാസ്റ്റ് എൻ്റർ ചെയ്ത ഈ 30,000 യൂണിറ്റ്സ് ആണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് 22,500 യൂണിറ്റ്സ് ആണ്. ഇൻട്രഡ്യൂസ് ചെയ്തത് 30,000 യൂണിറ്റ്സും, വിച്ച് മീൻസ് ലാസ്റ്റ് പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്ത ഈ 30,000 യൂണിറ്റ്സിൽ നിന്നാണ് ഈ 22,500 യൂണിറ്റ്സും പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ലിഫോ മെത്തേഡ് പ്രകാരം ലാസ്റ്റ് എൻ്റർ ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്നത് പ്രോസസ്സിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്ത 30,000 യൂണിറ്റ്സ് ആണ്. 22,500 യൂണിറ്റ്സ് ആണ് ഫിനിഷ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ കംപ്ലീറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് 22,500 യൂണിറ്റ്സും ഈ പ്രോസസ്സിലേക്ക് ലാസ്റ്റ് എൻ്റർ ചെയ്ത് 30,000 യൂണിറ്റ്സിൽ നിന്നുമാണ്. ഈ 30,000 യൂണിറ്റ്സിൽ നിന്നാണ് ഈ 22,500 യൂണിറ്റ്സ് പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഓഫ് ദ യൂണിറ്റ്സ് ഇൻട്രഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ പീരീഡിൽ 30,000 യൂണിറ്റ്സ് ഇൻട്രഡ്യൂസ് ചെയ്തു. അതിൽ 22,500 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ബാലൻസ് 7,500 ആണ്. അതിൻ്റെ 50% കംപ്ലീറ്റ് ആണ്. ദെൻ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ 50 ആണ്. ദെൻ അതിൻ്റെ ഇക്വലൻറ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 3,750. 3,750 എന്ന് പറയുന്നത് 7,500ൻ്റെ 50% ആണ്. ഓക്കെ, ദെൻ ഓഫ് ദ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇപ്പോൾ ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത ഫുൾ യൂണിറ്റ്സും ഇൻട്രഡ്യൂസ് ചെയ്ത യൂണിറ്റ്സിൽ നിന്നാണ്. ആ ഇൻട്രഡ്യൂസ് ചെയ്ത 30,000 യൂണിറ്റ്സിൽ നിന്നാണ്. അതായത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയ 15,000 യൂണിറ്റ്സ് പ്രോസസ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അത് വന്നപ്പോൾ തന്നെ 50% കംപ്ലീറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ പ്രോസസ്സിങ് ഒന്നും നടന്നിട്ടില്ല. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഓഫ് ദ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് യൂണിറ്റ്സ് 15,000 ആണ്. പെർസെൻറ്റേജ് കംപ്ലീഷൻ ഒന്നുമില്ല, ഇക്വലൻറ്റ് യൂണിറ്റ്സ് ഇല്ല. ഓക്കെ, സോ യൂണിറ്റ്സ് ഇൻ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 45,000. ദെൻ ഇക്വലൻറ്റ് പ്രൊഡക്ഷനിൽ യൂണിറ്റ്സിൻ്റെ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 45,000. ദെൻ ഇക്വലൻറ്റ് യൂണിറ്റ്സ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 26,250. ഓക്കെ, as the units in the opening work in progress were already 50% complete, no work has been done on these units during the period. അതായത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം 50% കംപ്ലീറ്റ് ആയിരുന്നു പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ. അപ്പോൾ ഈ ഒരു പീരീഡിൽ ഒരു വർക്കും ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇക്വലൻറ്റ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഓഫ് ദ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നതിൽ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷനോ ഇക്വലൻറ്റ് യൂണിറ്റ്സോ ഇല്ലാതിരുന്നത്. ഓക്കെ, ജസ്റ്റ് ആ യൂണിറ്റ്സ് മാത്രം കാണിച്ചത് അതുകൊണ്ടാണ് 15,000 യൂണിറ്റ്സ് മാത്രം കാണിച്ചത്. ഓക്കെ, ദെൻ
കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ. ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഒരു വർക്കും ഈ ഒരു പീരീഡ് ചെയ്തിട്ടില്ല. വർക്ക് ചെയ്തത് അവിടെ ഇൻട്രഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് ആണ്. ആ ഇൻട്രഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് 30,000 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട് 4,57,500. സോ നമുക്ക് ആ ഒരു കോസ്റ്റ് മാത്രം മതി. 4,57,500 ഡിവൈഡഡ് ബൈ 26,250. 26,250 ഇക്വലൻറ്റ് യൂണിറ്റ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് ഇക്വലൻറ്റ് യൂണിറ്റ്സ്. ഓക്കെ, so cost per unit of equivalent production is equal to rupees 4,57,500 divided by 26,250. Then cost per unit of equivalent production comes to rupees 17.43. Okay. ഇനി വാല്യുവേഷൻ ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്ഷനും വർക്ക് ഇൻ പ്രോഗ്രസ്സും വാല്യൂ ചെയ്യാം. ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ നമുക്കറിയാം യൂണിറ്റ്സ് ക്വസ്റ്റ്യനിലുണ്ട് 22,500 ആണ്. ദെൻ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മളിപ്പോൾ കണ്ടെത്തി. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് rupees 17.43 കണ്ടെത്തി. സോ ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ്റെ വാല്യൂ ഇങ്ങനെയാണ് 22,500 ഇൻറ്റു rupees 17.43. Then the value of finished production comes to rupees 3,92,175. Okay. ദെൻ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ വാല്യുവേഷനാണ്. നമ്മൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യുന്നത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ കോസ്റ്റും അതിനോടൊപ്പം വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ കറണ്ട് കോസ്റ്റും ഇഫ് എനി. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ്, ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യുന്നത്. സോ നോക്കാം, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ കോസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട് 66,000 ആണ്. ദെൻ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ കറണ്ട് കോസ്റ്റ് എന്ന് പറയുന്നത് ഇക്വലൻ്റ് യൂണിറ്റ്സ്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ ഇക്വലൻ്റ് യൂണിറ്റ്സ് ആയ 3,750 ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷനായ 17.43 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് rupees 65,362.50. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻക്ലൂഡഡ് ദാറ്റ് is 66,000 പ്ലസ് current cost on closing work in progress that is 65,362.50. Then value of closing work in progress comes to rupees 1,31,362.50. Okay. We will discuss the next method, that is weighted average method, in the next lecture. Thank you.